കുറച്ച് പേരുടെ സംശയമാണ് കേട്ടോ. എന്താണെന്നറിയാമോ? ഒരുപാട് തിക്നെസ്സും നീളവും ഉള്ള ഹെയറിൽ മാത്രമേ ലെയർ ചെയ്യാവൂ എന്നാണ് എൻ്റെ അടുത്ത് കുറച്ച് പേരുടെ സംശയം എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലെയർ ചെയ്താൽ കനം കുറയോ അല്ലെങ്കിൽ ഒത്തിരി മുടി പോവുമോ എന്നൊക്കെയാണ് പിന്നെയും വേറെ സംശയങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലുമില്ല. ആ നോർമലി ഉള്ള ഹെയർ എന്താണോ അതിനെ ഒന്ന് ബൗൺസി ആക്കി ഇടുന്നതാണ് ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വേറെ പാർലറിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കണം അവർ ലെയർ ചെയ്താൽ ഒത്തിരി മുടി പോകുമെന്ന് പറയും. അപ്പോൾ ഒരിക്കലുമില്ല. ലെയർ ചെയ്താൽ ഒരു മുടി ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ഹെയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതേ സെയിം ഹെയർ നിർത്തിക്കൊണ്ട് തന്നെ, ആ നീളം നിർത്തിക്കൊണ്ട് തന്നെയാണ് ലെയർ മുകളിലോട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ലെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹെയർ ഒത്തിരി കുറയത്തില്ല. അതുകൊണ്ട് അതാരും പേടിക്കേണ്ട ആവശ്യമില്ല. ചില തെറ്റിദ്ധാരണകളാണ്. ചില ആൾക്കാർ അതിനെ തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. അങ്ങനെ ലെയർ ചെയ്താൽ ഒത്തിരി ഹെയർ കുറയും എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ അവർക്ക് അറിയില്ല, ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് അവർ പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കാം ഇങ്ങനെ ലെയർ ചെയ്താൽ കുറഞ്ഞു പോകും എന്ന് പറയണത്. ഒരിക്കലുമില്ല. നമുക്ക് ആ ഹെയറിനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് ലെയർ ചെയ്ത് ഒത്തിരി കയറ്റാൻ പറയുന്നവരുടെ അടുത്ത് മാത്രമേ ഞാൻ ഉള്ള മുടി കട്ട് ചെയ്തിട്ട് ലെയർ കയറ്റാറുള്ളൂ. ഇല്ലെങ്കിൽ അതേ ഹെയർ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ലെയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് മുടിയേ ഉള്ളൂ, ലെയർ ചെയ്യാൻ പറ്റുമോ എന്ന് പറ്റും. അവർക്ക് ഒരുപാട് ലെയർ കിട്ടിയില്ലെങ്കിലും അവരുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ബൗൺസി ആയിട്ട് കിടക്കുകയും ചെയ്യും, എന്നാൽ ലെയർ ഉണ്ടാവുകയും ചെയ്യും. ലെയർ കൊണ്ട് നമ്മൾ ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒട്ടും മുള്ളില്ലാത്തൊരു ഹെയർ ആണെങ്കിൽ പോലും നമ്മൾ ലെയർ ചെയ്തിടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് ബൗൺസി ആയിട്ട് തന്നെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്.